നക്ഷത്രം സർപ്പദേവതകളുമായി ബന്ധപ്പെട്ടതിനാൽ ചില നക്ഷത്രക്കാർക്ക് ആയില്യപൂജ നിർബന്ധമായി ചെയ്യേണ്ടതാണെന്ന് വേദഗ്രന്ഥങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് ആയില്യം, മകം, പൂരം, മൂലം നക്ഷത്രക്കാർക്ക് സർപ്പദോഷം, പിതൃബന്ധ തടസ്സങ്ങൾ, സന്താന പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ആയില്യം നാളുകളിൽ നാഗപൂജ, സർപ്പബലി, നൂറും പാലും പോലുള്ള പൂജകൾ ചെയ്യുന്നത് ഉത്തമമാണ്. കൂടാതെ ജാതകത്തിൽ രാഹു കേതു ദോഷങ്ങൾ ശക്തമായി ഉള്ളവർക്കും കാളസർപ്പനാഗദോഷ സൂചനകൾ ജാതകത്തിൽ ഉള്ളവർക്കും ആയില്യപൂജ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടതാണെന്ന് ജ്യോതിഷം നിർദ്ദേശിക്കുന്നു. അന്നേ ദിവസം നാഗക്ഷേത്രങ്ങളിൽ ആയില്യപൂജ നടത്തുന്നതും സുബ്രഹ്മണ്യ ഭഗവാന് കുമാരസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈ നാളുകാർക്കും രാഹു കേതു ദോഷങ്ങൾ ശക്തമായി ഉള്ളവർക്കും, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ ആയില്യം, മകം, പൂരം, മൂലം നക്ഷത്രക്കാർക്കും രാഹു കേതു ദോഷങ്ങൾ അതിശക്തമായി ഉള്ളവർക്കും ഈ വഴിപാടുകൾ ചെയ്തു വന്നാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, ഇന്ന് പലർക്കും ഇത്തരം ചെറിയ വഴിപാടുകളോടല്ല താല്പര്യം, മറിച്ച് വീടുകളിൽ ആയിരങ്ങൾ മുടക്കി നടത്തുന്ന പൂജകളോടാണ് താല്പര്യം. പല ക്ഷേത്ര ശാന്തിമാർക്കും വീടുകളിൽ പോയി പൂജ ചെയ്ത് ഭക്തരെ ചൂഷണം ചെയ്യുന്നതിലാണ് താല്പര്യം. അതിലൂടെ പണനഷ്ടം അല്ലാതെ മറ്റൊരു നേട്ടവും ഇല്ല എന്ന് ഓരോ ഭക്തനും മനസ്സിലാക്കണം.